പുട്ടുണ്ടാക്കാൻ പൊടിയില്ലെങ്കിൽ ഇനി വിഷമിക്കണ്ട കേട്ടോ. വീട്ടിലെ അരി വെച്ച് നമുക്ക് കടയിലെ പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന പുട്ടിനേക്കാളും സ്വാദിലൊരു പുട്ടുണ്ടാക്കി നോക്കിയാലോ. ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ഞാൻ പറഞ്ഞത് നേരെ തന്നെയാണ്. അത്രയ്ക്ക് ടേസ്റ്റുമാണ്, അത്രയ്ക്ക് സോഫ്റ്റുമാണ്. അപ്പം ഞാനിവിടെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുത്തരിയാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ ഒന്ന് കഴുകി ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാവേ. ഒരു 4 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ അരി ഇതുപോലെ കുതിർന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒരു അരിപ്പയിൽ വെച്ച് ഇതേപോലെ നല്ലപോലെ ഊറ്റി ഇതുപോലെ ഒന്ന് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കുക. ഇത് സാധാരണ നമ്മൾ പുട്ടുപൊടി നനക്കണ പോലെ ഒന്നും നനച്ചു കൊടുക്കണ്ട കേട്ടോ. ഇത് പൊടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആയി വന്നോളും. ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ഡയറക്റ്റ് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഞാനൊന്ന് ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വെള്ളവും കൂടി ഈ പൊടിയിലേക്ക് ഇട്ട് ഒന്ന് നനച്ചു കൊടുക്കാവേ. ഇനി ഇതുകൊണ്ട് ഒരു ചിരട്ടപ്പുട്ട് മേക്കറിലോ അല്ലെങ്കിൽ സാധാ പുട്ടുകണയിലോ വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാൻ പൊടിയില്ലാത്തപ്പോൾ ഈ അരി വെച്ചിട്ടുള്ള പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.